മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കടലിൻ്റെ തീരത്ത് കണ്ട കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. രണ്ടുപേരും ഇന്ന് ചൂണ്ടയിടുന്ന ഒരു കാഴ്ചയാണ്. ചൂണ്ടയിടുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് പോയി കേട്ടോ, മീൻ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാൻ. ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഈ മീൻ്റെ പേരെനിക്കറിയില്ല, അവരാണെങ്കിൽ പറഞ്ഞ ഭാഷ തൊട്ട് എനിക്ക് മനസ്സിലായില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന മീനാണെന്ന് പോലും എനിക്കറിയില്ല. അടുത്തത് കണ്ടോ, വലിയൊരു ഫിഷ്, പച്ച കളറിൽ പാരറ്റ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കടലിലെയും കരയിലെയും കാഴ്ചകൾ നോക്കിയിരിക്കണത് കണ്ടോ. തീരത്തോട് ചേർന്നൊരു മീനോട് നടക്കുന്നുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നീന്തുവാന്ന്, പക്ഷേ അല്ല, ചൂണ്ടയിൽ കുടുങ്ങിയതാണ്. അതിനിങ്ങനെ വലിച്ച് കരക്കെടുത്തപ്പോഴാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള മീൻ കേട്ടോ. പേരെനിക്കറിയില്ല. ഞാനിതിനൊരു പേരിട്ട്, കാരണം എന്താണെന്ന് ചെറിയ അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ പിങ്ക് കളറിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാതിരിക്കണേ. അതുകൊണ്ട് ഞാനിതിനെ ലിപ്സ്റ്റിക് ഇട്ട മീനെന്നങ്ങ് വിളിച്ചു. കടലിലെ ബോട്ടും ആൾക്കാരെയും ടൂറിസ്റ്റിനെയും സ്നോർക്കലിംഗ് ചെയ്യുന്ന ടൂറിസ്റ്റുകളൊക്കെ അത് കഴിഞ്ഞിട്ട് പോവുകയാണ്. പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ അടുത്താൾക്ക് ഒരു മീനെ കിട്ടി. മുമ്പേ കണ്ട മീനിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോട്ടോ, എവിടേക്കോ കളറുണ്ടോ. ഈവനിങ് സമയത്ത് നല്ല കാഴ്ച ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. എന്താ ഫോട്ടോഷൂട്ട് എടുക്കുന്ന കപ്പിൾസൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ആ കാണുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ബോട്ട് മെല്ലെ പോകുന്ന കാണാം. ഇത് ഈ റിസോർട്ടിനോട് ഈ ഐലൻഡിൻ്റെ തൊട്ടടുത്തൊരു റിസോർട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ തോടിൻ്റെ അക്കരെ ഇക്കരെ പോലൊക്കെ. അവിടെ ജോലി ചെയ്യുന്ന ലോക്കൽ ആൾക്കാർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതുള്ള ടൂറിസ്റ്റിനോ മറ്റുള്ള ഒരാൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പെർമിഷൻ ഇല്ല. ഇത് കണ്ടില്ലേ, അവർ പിടിച്ച മീൻ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിലിട്ട് തന്ന കേട്ടോ. എനിക്കതിൽ വറ്റക്കുഞ്ഞിനെ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് മീനിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ കേട്ടോ. ആകെ അറിയാവുന്ന വറ്റ മാത്രം. അയലയുടെ ഷേപ്പിലുള്ളൊരു മീനുണ്ടോയെന്നൊരു സംശയമില്ലാതില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം നടന്ന് അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ഒരു കുട്ടി നിന്നുകൊണ്ട് വലിയ ചൂണ്ടയിടുന്നു. അവൻ്റെ ചൂണ്ടയുടെ കൊളുത്താണ് പ്രശ്നം, മീനെ കിട്ടാത്ത. നമുക്ക് മീനെ കാണാൻ പറ്റും. അവനെന്തോ വലിയൊരു കൊളുത്തായിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഒരു മീനെയും കിട്ടിയില്ല. ഞങ്ങളവിടെ നിന്ന് കളർഫുൾ ഷെല്ലും പെറുക്കി പോന്നു.